കോട്ടയം മെഡിക്കൽ കോളേജിൽ മെൻസ് ഹോസ്റ്റൽ അപകടാവസ്ഥയിൽ. മുറികളിൽ കോൺക്രീറ്റ് പാളികൾ അടർന്ന നിലയിലാണ്. പല മുറികളും ചോർന്നൊലിച്ച് ഭിത്തികൾ വിണ്ടുകീറി. ഹോസ്റ്റലിന്റെ ഫിറ്റ്നസ് ഉറപ്പാക്കണമെന്നും വിദ്യാർത്ഥികളെ സുരക്ഷിത സാഹചര്യങ്ങളിലേക്ക് മാറ്റണമെന്നും ഹോസ്റ്റൽ സന്ദർശിച്ച ശേഷം ചാണ്ടിയുമ്മൻ പ്രതികരിച്ചു. ബാത്റൂമിൻ്റെ അവസ്ഥ, താഴത്തെ ബാത്റൂമിൻ്റെ അടുത്ത് നമുക്ക് പോയപ്പോൾ മൊത്തം വേസ്റ്റും അതിനോട് ചേർത്തിട്ടിരിക്കുക. ഒരു വിവാദം ഉണ്ടായപ്പോൾ പോലും ഇതൊന്ന് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ ഖേദകരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്. അവർക്ക് ഇങ്ങനെ മതി എന്നായിരിക്കും സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ട്. അടിയന്തരമായിട്ട് ഈ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് പഞ്ചായത്ത് പരിശോധിക്കണം. സർക്കാർ വേണ്ട നടപടിയെടുക്കണം. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശാണ് ചേർന്നത്. ഗോകുൽ, ഒരു ദുരന്തമുണ്ടായ ശേഷം വലിയ രീതിയിലുള്ള ഇടപെടലാണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ MLA അവിടെ സ്ഥലം സന്ദർശിച്ചിരിക്കുന്നു. അതിൽ മെൻസ് ഹോസ്റ്റലിന്റെ ശോച്യാവസ്ഥ ജനങ്ങളിലേക്ക് എത്തിച്ചിരിക്കുന്നു. അതിൽ ഇടപെടൽ ഉണ്ടാകണമെന്ന് പറയുന്നു. ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഈ ഘട്ടത്തിൽ ഉണ്ടാവുന്നത്? ഹോസ്റ്റൽ എന്താണെങ്കിലും വലിയ ശോച്യാവസ്ഥയിൽ തന്നെയാണ് ഉള്ളത്. അവിടെ നിന്നുള്ള കാഴ്ചകൾ എത്തരത്തിലായിരുന്നു? ചാണ്ടിയുമ്മൻ സംസാരിച്ച കാര്യങ്ങൾ കൂടി. തൊട്ട് സമീപത്തുള്ള ഈ മെഡിക്കൽ വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റൽ എന്ന് പറയുന്നത് ആൺകുട്ടികളുടെ ഹോസ്റ്റലിലാണ് ഈ ദുരവസ്ഥ. 60 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു കെട്ടിടമാണ് ആ ഹോസ്റ്റലായിട്ട് പ്രവർത്തിക്കുന്നത്. അതിനുള്ളിലേക്ക് കയറി ചെന്നപ്പോൾ കാണുന്ന കാഴ്ച വളരെ പരിതാപകരമാണ്. കാരണം ആ സർജിക്കൽ ബ്ലോക്ക് എങ്ങനെയാണോ തകർന്ന് അല്ലെങ്കിൽ ആ ദുർബലാവസ്ഥയിൽ നിന്നത്, അതിനേക്കാൾ ശോചനീയമായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. പല ഭാഗങ്ങളിലും ഭിത്തികളും മേൽക്കൂരകളും ഒക്കെ അടർന്നു വീഴുന്ന രീതിയിലായിരുന്നു. ഒപ്പം വെള്ളം കയറി കുതിർന്ന നിലയിലായിരുന്നു ഭിത്തികൾ ഉണ്ടായിരുന്നത്. ജനാലകളും വാതിലുകളും ഒക്കെ വർഷങ്ങൾക്ക് മുൻപ് ഘടിപ്പിച്ചിരുന്നതാണ്. അവയൊക്കെ ദ്രവിച്ച് അവിടെ നിന്നും ഇളകി മാറുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നു ആ ജനാലകൾക്കും വാതിലുകൾക്കും ഒക്കെ ഉണ്ടായിരുന്നത്. അത്രത്തോളം ഒരു ദുർബലാവസ്ഥയിലാണ് ആ കെട്ടിടം നിൽക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും നിലം പതിക്കാവുന്ന രീതിയിലുള്ളൊരു കെട്ടിടമാണ് ഈ മെൻസ് ഹോസ്റ്റൽ. ഈ അവിടുത്തെ വിദ്യാർത്ഥികൾ അവർ നേരത്തെ മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ കെട്ടിടത്തിൻ്റെ ശോചനീയാവസ്ഥയുമായി ബന്ധപ്പെട്ട് അധികൃതർക്കൊക്കെ പരാതി നൽകിയിരുന്നതാണ്. പക്ഷേ ആരും അങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒപ്പം വളരെ വൃത്തിഹീനമായിട്ടൊരു അന്തരീക്ഷം കൂടിയിട്ടാണ് ആ ഹോസ്റ്റലിനുള്ളിലുള്ളത്. പ്രത്യേകിച്ച് ശുചിമുറികളുടെ സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ ഉപകരണങ്ങളും ഒക്കെ പൊട്ടി പൊളിഞ്ഞ് വൃത്തികേടായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം കൂടിയിട്ടുണ്ട്. അവിടുത്തെ വിദ്യാർത്ഥികൾ പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇവിടെ കോളേജിൽ ചേരാൻ വരുമ്പോഴേക്കും അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. അവർ ശുചി ആവശ്യങ്ങൾക്കൊക്കെ പുറത്തെ ഹോട്ടലുകളൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത്. പിന്നീട് ഇവിടെയല്ലേ താങ്കൾ ഇനിയും 2-3 വർഷം ജീവിക്കേണ്ടത് എന്ന് കരുതി അങ്ങ് ഉപയോഗിക്കുകയാണ്. പിന്നീട് അതങ്ങ് ശീലമാവുകയാണ് എന്നുള്ള രീതിയിലുള്ള വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും ചാണ്ടിയുമ്മൻ MLA ആ ഹോസ്റ്റൽ സന്ദർശിച്ചു. അദ്ദേഹം അവിടെ ഓരോ മുറിയും സന്ദർശിച്ച് അവിടുത്തെ സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തുകയുണ്ടായി. എങ്ങനെയാണ് ആ ഹോസ്റ്റൽ കെട്ടിടം ഇത്രയും നാൾ പ്രവർത്തിച്ചത് എന്നുള്ളൊരു ചോദ്യമാണ് പ്രധാനമായിട്ടും അദ്ദേഹം ചോദിച്ചത്. അതുകൂടാതെ തന്നെ ആ കെട്ടിടത്തിൻ്റെ ഫിറ്റ്നസ് എത്രയും വേഗം തന്നെ അത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ അവിടുത്തെ തദ്ദേശ ഭരണകൂടം സ്വീകരിക്കണമെന്ന് ചാണ്ടിയുമ്മൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അവിടെ താമസിക്കുന്ന ആ വിദ്യാർത്ഥികൾക്ക് അവർക്ക് സുരക്ഷിതമായിട്ട് അവിടെ താമസിക്കാനുള്ള സൗകര്യം അത് സർക്കാർ ചെലവിൽ തന്നെ ഏർപ്പാടാക്കണം. അതിനി അവരെ അവിടുന്ന് മാറ്റുന്ന രീതിയിലാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ ആ കെട്ടിടം തന്നെ ശക്തിപ്പെടുത്തുന്നതാണോ, എന്തായാലും അത് സർക്കാർ ചെലവിൽ തന്നെ നടത്തണം. അവിടെ സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങളിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. അവർക്ക് സുരക്ഷ ഉറപ്പാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. മെഡിക്കൽ വിദ്യാർത്ഥികൾ കൂടിയിട്ടാണ് അവർ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും സർക്കാർ സുരക്ഷിതത്വത്തിൽ അവർക്ക് പാർപ്പിടം ഒരുക്കണം, അല്ലെങ്കിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് അവർ പറയുന്നത്. 250ഓളം വിദ്യാർത്ഥികളാണ് ആ കെട്ടിടത്തിൽ താമസിക്കുന്നത്. ഇത് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് ഈ കെട്ടിടം തുടരുന്നത്. മാത്രമല്ല ആ കെട്ടിടത്തിലേക്ക് എത്തിപ്പെടേണ്ട വഴിയും വളരെ ശോചനീയമാണ്. പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ഒരു വഴിയാണ്. പ്രധാന പാതയിൽ നിന്നും ഒരു വലിയ കുത്തുകയറ്റം കയറി വേണം അങ്ങോട്ടേക്ക് എത്തുന്നതിന് വേണ്ടി. ആ പാത ഒന്ന് ശരിയാക്കി തരാൻ പോലും അധികൃതർ തയ്യാറാകുന്നില്ല എന്ന് വിദ്യാർത്ഥികൾ കുറ്റപ്പെടുത്തുകയുണ്ടായിട്ടുണ്ട്. അവർ പ്രിൻസിപ്പലിനോ അല്ലെങ്കിൽ കോളേജ് അധികൃതർക്കോ മാത്രമല്ല PWD അടക്കമുള്ള വിവിധ വകുപ്പുകൾക്ക്, സർക്കാർ വകുപ്പുകൾക്കടക്കം വിദ്യാർത്ഥികൾ ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷയും പരാതികളും ഒക്കെ നൽകിയിരുന്നതാണ്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടിയും ഇതുവരെ ഉണ്ടാകുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ ഒരു അപകടം ഇനി ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഈ മെൻസ് ഹോസ്റ്റലിലായിരിക്കാം എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും അവരുടെ അവസ്ഥ സർക്കാർ എന്തായാലും കാണാതെ പോകരുത്. അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കേണ്ടത് മെഡിക്കൽ കോളേജ് അധികൃതരുടെയും സർക്കാരിൻ്റെയും ബാധ്യത തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും.